അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ബഡ്ജറ്റ് സെറ്റിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. ബഡ്ജറ്റ് സെറ്റിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട്. ബഡ്ജറ്റ് സെറ്റിൽ രണ്ട് രീതിയിൽ മാറ്റങ്ങൾ സംഭവിക്കാം. ഒന്ന് ഉപഭോക്താവിൻ്റെ വരുമാനം, മറ്റൊന്ന് സാധനങ്ങളുടെ വില. ഉപഭോക്താവിൻ്റെ വരുമാനം അതുപോലെ തന്നെ സാധനങ്ങളുടെ വില. ഈ രണ്ട് കാര്യത്തിനനുസരിച്ച് ഒരു ബഡ്ജറ്റ് സെറ്റിലും മാറ്റങ്ങൾ സംഭവിക്കാം. ആദ്യമായി നമ്മൾ പറയുന്നത് ഉപഭോക്താവിൻ്റെ വരുമാനമാണ്. ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചാലും മാറ്റങ്ങൾ സംഭവിക്കും, വരുമാനം കുറഞ്ഞാലും മാറ്റം സംഭവിക്കും. അപ്പോൾ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ആദ്യത്തെ ബഡ്ജറ്റ് ലൈനിൻ്റെ സമവാക്യം എന്തായിരുന്നു? P1 x1 + P2 x2 = M ആയിരുന്നു. എന്നാൽ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒന്നല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈന് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ബഡ്ജറ്റ് ലൈൻ ഇടത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതായത് ബഡ്ജറ്റ് ലൈനിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ ബഡ്ജറ്റ് ലൈൻ ഒന്നല്ലെങ്കിൽ ആ വരച്ച ലൈനിൽ നിന്നും അത് അപ്വേർഡായിട്ട് അല്ലെങ്കിൽ മുകളിലേക്ക് മാറും, അല്ലെങ്കിൽ താഴേക്ക് മാറും. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് എന്താണ്, നമ്മുടെ ഈ സമവാക്യം ഉണ്ടല്ലോ, P1 x1 + P2 x2 = M എന്നുള്ള സമവാക്യം, അത് നമ്മൾ P1 x1 + P2 x2 = M'. പുതിയ ലൈനിനെ നമ്മൾ M' എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ വരുമാനം എമ്മും രണ്ടാമത്തെ വരുമാനം M'. അതായത് വരുമാനം വർദ്ധിച്ചാലും കുറഞ്ഞാലും വരുന്ന വരുമാനത്തെ നമ്മൾ M' എന്നാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ നമുക്കിത് വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ നമ്മൾ ബഡ്ജറ്റ് സെറ്റിൽ ഉണ്ടാകുന്ന മാറ്റത്തിൽ ആദ്യം വരുമാനം വർദ്ധിച്ചാൽ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് കാണിക്കാം. വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റും മാറ്റം വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, എന്ത് ചെയ്യും, ഒരു ഉപഭോക്താവ് അദ്ദേഹത്തിൻ്റെ ആദ്യം സാധനങ്ങൾ വാങ്ങിക്കും. നമ്മൾ വരച്ച് കാണിച്ചു തരാം. എക്സും വൈയും അല്ലേ? താഴെ നമ്മൾ എക്സ്, മറ്റേ നമ്മളെന്താണ് വൈ. താഴെ നമ്മളെന്താണ് സാധനം ഒന്നല്ലേ നമ്മളിവിടെ എഴുതിയിരുന്നത്? സാധനം 1 അല്ലേ? ഇവിടെ എന്താണ് സാധനം 2 അല്ലേ? സാധനം 1 താഴെയും നമ്മൾ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റും സാധനം 2 വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റുമായിട്ടാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മുടെ ബഡ്ജറ്റ് ലൈന് വരച്ചിരുന്നു. ഇതല്ലേ നമ്മുടെ ബഡ്ജറ്റ് ലൈന് അല്ലേ? ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈന്. ഇതിന് നമ്മളൊരു ഇക്വേഷൻ കൊടുത്തിരുന്നത് എന്താണ്? P1 x1 + P2 x2 = M അല്ലേ? ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ ആദ്യത്തെ സമവാക്യം അല്ലേ? ഇനി എന്താണ്, നിങ്ങൾക്കറിയാം, ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം വർദ്ധിച്ചു. ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം ആദ്യത്തെ വിലയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ വരുമാനം വർദ്ധിച്ചു. അപ്പോൾ അയാൾക്ക് എന്തായിരിക്കും? അയാൾ കൂടുതൽ സാധനങ്ങളായിരിക്കും വാങ്ങിക്കുക അതോ കുറച്ച് സാധനങ്ങളായിരിക്കും വാങ്ങിക്കുക? എന്തായിരിക്കും? കൂടുതൽ സാധനങ്ങൾ അല്ലേ? വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം മുമ്പ് ചെലവഴിച്ചതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ അദ്ദേഹം വാങ്ങിക്കാൻ തുടങ്ങും അല്ലേ? അപ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ബഡ്ജറ്റ് രേഖ അത് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യും. ക്ലിയർ ആയോ? വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ ഇതെന്താണ്? ഇത് നമ്മുടെ ആദ്യത്തെ ഇതാണ് എക്സ് അല്ലേ? ഇവിടെ എന്താണ് നമ്മളെ സാധനം 1ൻ്റെ, അതായത് ഇവിടെ നമ്മൾ എന്ത് സ്ലോപ്പ്, ഇവിടുത്തെ സ്ലോപ്പിന് എന്താ നമ്മൾ പറയുന്നത്? M/P1 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? M/P1 ആണ് ഈ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ്. ഇവിടെ എന്താണ്? M/P2 അല്ലേ? ഇവിടെ എന്താണ്? M/P1. ഇവിടെ എന്താണ്? M/P1 അതെ M/P1 P2 അല്ല, M/P1' അല്ലേ? നമ്മൾ അടുത്ത സമവാക്യം വന്നു M/P1' ആണ് ഇവിടെ. അതായത് പുതിയ സമവാക്യം വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, രണ്ടാമത്തെ സമവാക്യം വരുമ്പോൾ അവിടെ M' ആയി. അതായത് വരുമാനം വർദ്ധിച്ചു. അപ്പോൾ ആദ്യത്തെ വരുമാനം M ആയിരുന്നു, രണ്ടാമത്തെ വരുമാനം എന്താണ്? M' ആയിട്ട് മാറി. M'/P1 അല്ലേ? P1. ഇനി അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ മാറില്ലേ? ഇവിടെ എന്തായിരിക്കും? ഇവിടെ ആദ്യം എന്തായിരുന്നു? ആദ്യത്തേത് M/P2 ആയിരുന്നു. പിന്നെ രണ്ടാമത്തെ എന്തായി മാറും? M'/P2 അല്ലേ? M'/P2 ആയിട്ട് മാറും. ക്ലിയർ ആയോ? ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മളെന്താണ് താഴെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് അത് M/P1 ആണ് കണക്കാക്കിയിരുന്നത്. പിന്നെ നമ്മളെന്താണ്, പിന്നെ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രൈസ് ലൈന് അല്ലേ, ബഡ്ജറ്റ് ലൈന് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു അല്ലേ? മുകളിലേക്ക് ഷിഫ്റ്റ് ചെയ്തില്ലേ? മുകളിലേക്ക് മാറി വേറൊരു ബഡ്ജറ്റ് ലൈനായിട്ട് വന്നു അല്ലേ? അപ്പോൾ ഇതിന് നമ്മുടെ ബഡ്ജറ്റ് ലൈനിൻ്റെ സമവാക്യം മാറും. എന്താണ്? P1 x1 + P2
x2 ഈസ് ഈക്വൽ ടു എം ഡാഷ്. എന്താണ് എം ഡാഷ്? P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു എം ഡാഷ്. ക്ലിയർ ആയോ? അപ്പം എന്താണ് എം ഡാഷ് ആയിട്ട് മാറി അല്ലേ? ആദ്യത്തെ വരുമാനം എന്തായിരുന്നു? എം ആയിരുന്നു. പിന്നീട് അതിന് എം ഡാഷ് ആയിട്ട് മാറി. ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ എന്താണ്? P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു എം ഡാഷ്. അപ്പോൾ ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഇവിടെ സാധനം ഒന്ന് ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റിലും സാധനം രണ്ട് നമ്മൾ വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റിലുമാണ് കണക്കാക്കിയിരുന്നത്. ക്ലിയർ ആയില്ലേ അപ്പോൾ എല്ലാവർക്കും? അപ്പോൾ നമ്മുടെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബജറ്റ് ലൈൻ ആദ്യത്തെ ബജറ്റ് ലൈൻ ആയിരുന്നു ഇത്, P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു എം. പിന്നെ രണ്ടാമത്തെ വരുമാനം വർദ്ധിച്ചപ്പോൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പോൾ ആ ബജറ്റ് ലൈന് വലത്തേക്ക് മാറി. അതായത് P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു എം ഡാഷ് ആയി മാറി. അപ്പോൾ ഇവിടെ നമ്മുടെ ഹൊറിസോണ്ടൽ ഇൻ്റർസെപ്റ്റ് ആദ്യം എം ബൈ പി ഡാഷ് ആയിരുന്നു. പിന്നീട് അതെന്താണ് എം ഡാഷ് ബൈ P1 ആയി. ഇവിടെ എന്താണ് വെർട്ടിക്കൽ ഇൻ്റർസെപ്റ്റ് എന്താണ് എം ബൈ P2 ആയിരുന്നു. പിന്നീട് അത് മാറിയപ്പോൾ അതാണ് എം ഡാഷ് ബൈ P2 ആയി മാറി. ക്ലിയർ ആയോ? അപ്പോൾ ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. അതിലെങ്ങനെ മാറ്റം വരുന്നതെന്ന്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്? ഉപഭോക്താവിൻ്റെ വരുമാനം 20 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിക്കുകയും സാധനം ഒന്നിൻ്റെയും സാധനം രണ്ടിൻ്റെയും വിലകൾ മാറ്റമില്ലാതെ 5 രൂപയായി തുടരുകയും ചെയ്താൽ എങ്ങനെയാണ് ബജറ്റ് ലൈൻ? അല്ലെ? ഇപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നമ്മൾ ക്വസ്റ്റ്യൻ്റെ രൂപത്തിൽ ബജറ്റ് ലൈൻ മാറുന്നത് എങ്ങനെയാണെന്ന് കണക്കാക്കുന്നത്. അപ്പോൾ വരുമാനം എന്താണ്? 20 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിച്ചു അല്ലേ? ഉപഭോക്താവിൻ്റെ വരുമാനം 20 രൂപയിൽ നിന്ന് 30 രൂപയായി വർദ്ധിക്കുകയും സാധനം ഒന്നിൻ്റെയും സാധനം രണ്ടിൻ്റെയും വിലകൾ മാറ്റമില്ലാതെ 5 രൂപയായും തുടരുകയും ചെയ്താൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. അപ്പോൾ നോക്കാം വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മളെന്താ പറഞ്ഞിരുന്നത്? വരുമാനം എന്താണ്? ഒരു ഉപഭോക്താവിൻ്റെ വരുമാനം 30 രൂപയിൽ നിന്നും 20 രൂപയിൽ നിന്നും 30 രൂപയായിട്ട് വർദ്ധിച്ചു അല്ലേ? 20 രൂപയിൽ നിന്നും 30 രൂപയായി വർദ്ധിക്കുകയും സാധനം ഒന്നിൻ്റെയും സാധനം രണ്ടിൻ്റെയും വിലകൾ മാറ്റമില്ലാതെ 5 രൂപയായി തുടരുകയും ചെയ്താൽ എങ്ങനെയാണ് ബജറ്റ് ലൈന് മാറണമെന്ന് അല്ലേ? നോക്കാം. അപ്പോൾ നമ്മൾ ഇക്വേഷൻ നമ്മൾ പുതിയ ബജറ്റ് സമവാക്യം രൂപീകരിക്കണം. ആദ്യം ബജറ്റ് സമവാക്യം രൂപീകരിക്കണം. നിങ്ങൾക്കറിയാം ബജറ്റ് സമവാക്യം രൂപീകരിക്കുമ്പോൾ ആദ്യം എന്താണ്? വരുമാനത്തിന് നമ്മൾ എന്താ കൊടുത്തിരുന്നത്? എം അല്ലേ? എം സമം ആദ്യം എന്തായിരുന്നു? ഉപഭോക്താവിൻ്റെ വരുമാനം 20 രൂപയാണ് അല്ലേ? ആദ്യത്തെ വരുമാനം 20 രൂപയായി അല്ലേ? പിന്നെ 20 രൂപയിൽ നിന്നും 30 രൂപയായിട്ടാണ് വർദ്ധിച്ചത് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ വരുമാനം എം ഡാഷ് ഈസ് ഈക്വൽ ടു 30. മനസ്സിലായോ? ആദ്യത്തെ വരുമാനം എം ഈസ് ഈക്വൽ ടു 20, പിന്നെന്താണ് എം ഡാഷ് ഈസ് ഈക്വൽ ടു 30. ക്ലിയറായി? ഇനി എന്താണ്? സാധനം ഒന്നിൻ്റെയും സാധനം രണ്ടിൻ്റെയും വിലകൾ മാറ്റമില്ലാതെ. അപ്പോൾ സാധനം ഒന്ന്, അതായത് സാധനം ഒന്നിൻ്റെ വില എന്ന് പറയുന്നത് എന്താണ്? P1 അല്ലേ? P1 ഈസ് ഈക്വൽ ടു എത്രയാണ്? 5 രൂപയാണ്. P2 എത്രയാണ്? P2 ഈസ് ഈക്വൽ ടു എത്രയാണ്? P2 എന്താണ് നമ്മൾ പറഞ്ഞത്? സാധനം രണ്ടിൻ്റെ വിലയും എന്താണ് പറഞ്ഞത്? മാറ്റമില്ലാതെ 5 രൂപയായിട്ട് തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ P1ഉം P2ഉം 5 രൂപ തന്നെയാണ്, അതിലൊരു മാറ്റം വന്നിട്ടില്ല. പിന്നെ എം എന്താണ്? എം എന്താണ്? 20 രൂപയിൽ നിന്ന് 30 രൂപയായിട്ട് മാറി. P1 ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയും 5 രൂപയാണ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയും 5 രൂപ തന്നെയാണ്. ക്ലിയർ ആയോ? അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളോട് ബജറ്റ് സമവാക്യം രൂപീകരിക്കണം. എന്താണ് ആദ്യത്തെ ബജറ്റ് സമവാക്യം? എന്തായിരുന്നു എന്ന് പറഞ്ഞേ. അതായത് നമ്മുടെ ബജറ്റ് സമവാക്യം എന്താണ്? P1x1 പ്ലസ് P2x2 ഈസ് ഈക്വൽ ടു എം. ഇതല്ലേ നമ്മുടെ ബജറ്റ് സമവാക്യം അല്ലേ? ഇനി നമ്മളെന്താണ്? നമ്മുടെ ഇതിൽ നമ്മുടെ സംഖ്യകൾ കോട്ട് ചെയ്ത് കൊടുക്കുക. അതായത് P1 എത്രയാണ്? 5x1 പ്ലസ് P2 എത്രയാണ്? 5x2 ഈസ് ഈക്വൽ ടു ആദ്യത്തെ എം എത്രയാണ്? 20. ഓക്കെ, 20 അല്ലേ? ഇനി നമ്മളെന്താണ്? നമ്മുടെ ബജറ്റ് സമവാക്യം വരുമാനം വർദ്ധിച്ചപ്പോൾ ബജറ്റ് സമവാക്യം മാറിയില്ലേ? മാറി. അപ്പോൾ എന്താണ്? എമ്മിൻ്റെ അവിടെ അല്ലേ? ആദ്യത്തെ എമ്മിൻ്റെ അവിടെ ഇപ്പം എന്താണ്? 30 വന്നത്. ആദ്യം എമ്മിൻ്റെ അവിടെ 20 ആയിരുന്നു. പിന്നെ എന്താണ്? വരുമാനം വർദ്ധിച്ചു, 20ൽ നിന്ന് 30 വർദ്ധിച്ചു. അപ്പോൾ എന്തായാലും വരുമാനം സമവാക്യം പിന്നെ എന്തായി മാറി? 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30.
ഈസ് ഈക്വൽ ടു 30. ക്ലിയർ ആയോ? എന്താണ് ഈസ് ഈക്വൽ ടു 30. 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30. പുതിയ സമവാക്യം രൂപീകരിച്ചു അല്ലേ? ഇനി നമുക്ക് ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പുതിയ ബഡ്ജറ്റ് ലൈന് വരക്കണം അല്ലേ? നമ്മുടെ ബഡ്ജറ്റ് ലൈന് പഴയ ബഡ്ജറ്റ് ലൈന്, അതായത് ഈ ഇക്വേഷൻ നമ്മൾ 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 20 എന്ന് വെച്ച സമവാക്യം വെച്ചുകൊണ്ടും പിന്നെ എന്താണ് നമ്മളെ ബഡ്ജറ്റ് സമവാക്യം മാറി അല്ലേ? അതായത് 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30. അതായത് വരുമാനം വർദ്ധിപ്പിച്ചപ്പോൾ 20-ൽ നിന്ന് 30 വർദ്ധിച്ചു. അപ്പോൾ അത് 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30 എന്ന കണക്കിലേക്ക് അത് എന്ത് ബഡ്ജറ്റ് ലൈനിലേക്ക് അത് മാറ്റം വന്നു അല്ലേ? അപ്പോൾ അത് വെച്ചുകൊണ്ട് നമ്മൾ ആദ്യം നമുക്കിത് ബഡ്ജറ്റ് സമവാക്യം വരക്കണമെങ്കിൽ ആദ്യമൊക്കെ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? ബഡ്ജറ്റ് ലൈൻ വരക്കണമെങ്കിൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് അറിഞ്ഞിരിക്കണം, അതുപോലെ തന്നെ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അറിഞ്ഞിരിക്കണം. വേണ്ടേ? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എത്രയാണ്, എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? m/p1 അറിയാം അല്ലേ? ഇനി വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? m/p2 എല്ലാവർക്കും അറിയാലോ അല്ലേ? നമ്മൾ ഇതിൻ്റെ മുമ്പ് പഠിച്ചിട്ടുണ്ട്. m/p1 ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് m/p2. അതായത് m/p1 എന്ന് പറഞ്ഞാൽ സാധനം 1-ന്റെ വിലയും പിന്നെ m/p2 p2 എന്താണ്? സാധനം 2-ന്റെ വിലയുമാണ്. അങ്ങനെയാണ് നമ്മൾ കണക്കാക്കിയിരുന്നത് അല്ലേ? സാധനം 2 നമ്മൾ y ആക്സിസിലും 1 നമ്മൾ x ആക്സിസിലുമാണ് കണക്കാക്കിയിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ വെച്ചുകൊണ്ട് അല്ലേ? അപ്പോൾ ആദ്യം നമ്മളെന്താണ്, ആദ്യത്തെ നമ്മുടെ ബഡ്ജറ്റ് സമവാക്യം ബഡ്ജറ്റ് ലൈന് നിങ്ങൾക്കറിയാം. ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ എത്രയായിരുന്നു? എന്താണ്? അതായത് ആദ്യത്തെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? m/p1 അല്ലേ? ആദ്യത്തെ m എത്രയായിരുന്നു? എത്രയാണ്? 20 അല്ലേ? 20/p1 എത്രയാണ്? 5. അപ്പോൾ എത്ര കിട്ടും? 4 കിട്ടിയില്ലേ? ഇനി അപ്പോൾ നമുക്ക് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും കൂടി കണ്ടുപിടിക്കണം അല്ലേ? m/p2 അല്ലേ? അതാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ്. m/p2. അപ്പോൾ m എത്രയാണ്? 20/p2 എത്രയാണ്? 5 തന്നെയാണ് അല്ലേ? 20/5 ഈസ് ഈക്വൽ ടു എത്രയാണ്? 4. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോൾ ആദ്യത്തെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 4 കിട്ടി, വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും 4 തന്നെ കിട്ടിയത്. കാരണം അത് രണ്ടും ഒരേ സംഖ്യകൾ തന്നെയാണ്. ഒന്നാമത്തെ വസ്തുവിൻ്റെ വിലയും 5 തന്നെയാണ്, രണ്ടാമത്തെ വസ്തുവിൻ്റെ വിലയും 5 തന്നെയാണ്. അതുകൊണ്ട് തന്നെ രണ്ടും എന്താണ്? 4 നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ് നോക്കാം. ബഡ്ജറ്റ് ലൈൻ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ അല്ലേ? ഇവിടെ നമുക്ക് 1 2 3 4 5 6 7 ഇങ്ങനെ നമുക്ക് ബഡ്ജറ്റ് സമവാക്യം നമ്മളിത് വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി 0 ഇവിടെ എന്താണ്? 1 ഇവിടെ y ആണ് കേട്ടോ, അത് y ആണ്. 2 3 4 5 6 7. ഓക്കെ, അപ്പം ഇത് x ആണ്, അത് y-യും ഇത് x-ഉം ആണ്. അപ്പോൾ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് 5ഉം 4 2 4 അല്ലേ? അപ്പോൾ നമ്മൾ പുതിയ ബഡ്ജറ്റ് ലൈൻ ഇതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ, പഴയ ബഡ്ജറ്റ് ലൈൻ അല്ലേ? 4 അതാണ്. അപ്പോൾ ആദ്യത്തെ ബഡ്ജറ്റ് ലൈൻ എങ്ങനെയാണ്? ഇതെന്താണ്? 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു m അല്ല, ഈസ് ഈക്വൽ ടു 20. m എന്നുള്ളിടത്ത് എന്താണ്? 20 അല്ലേ? 20 ആണ്. അപ്പോൾ ഇവിടെ 20 ആണ്, 20. ഓക്കെ, ഇനി അപ്പം എന്താണ്? ഇനി അടുത്ത നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അടുത്ത സ്ലോപ്പുകളൊക്കെ കണ്ടുപിടിക്കണ്ടേ? വേണ്ടേ? അതിന് നമ്മൾ അടുത്ത സ്ലോപ്പ് കണ്ടുപിടിക്കണം. ആദ്യത്തെ എത്രയാണ്? m/, പിന്നെന്താ? പിന്നത്തെ സ്ലോപ്പ്. അതായത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വേറെ സ്ലോപ്പ് കണ്ടുപിടിക്കേണ്ടി വരുന്നത്? വേറെ സ്ലോപ്പ് അല്ല, വേറെ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റും പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരുന്നത്? കാരണം 20 രൂപ വരുമാനമുണ്ടായിരുന്ന വ്യക്തിക്ക് പിന്നീട് അത് 30 രൂപയായിട്ട് വരുമാനം വർദ്ധിച്ചു അല്ലേ? 20 രൂപയിൽ നിന്നും 30 രൂപയായിട്ട് വരുമാനം വർദ്ധിച്ചു. അപ്പോൾ എന്താണ്? m ഡാഷ് അല്ലേ? m ഡാഷ് എത്രയാണ് ഇവിടെ കിട്ടിയത്? m ഡാഷ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 30. മനസ്സിലായോ? m ഡാഷ്
ഈസ് ഈക്വൽ ടു 30 അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഇനി കണ്ടുപിടിക്കണം എന്താണ് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ്. അപ്പോൾ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് എങ്ങനെ എം ഡാഷ് ബൈ P1 അല്ലേ. എം ഡാഷ് ബൈ P1 ഈസ് ഈക്വൽ ടു 30 ബൈ എത്ര P1 5. അപ്പം എത്ര കിട്ടും 6. ക്ലിയർ ആയോ? 30 ബൈ 5 ഈസ് ഈക്വൽ ടു 6. ഇനി എന്താണ് എം ഡാഷ് ബൈ P2 അതാണ് വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് അല്ലേ. എം ഡാഷ് ബൈ P2 ഈസ് ഈക്വൽ ടു 30 ബൈ 5. ഓക്കെ, അപ്പം എത്ര കിട്ടും 6. ക്ലിയർ ആയോ? ഈസ് ഈക്വൽ ടു 6 കിട്ടും. മനസ്സിലായോ? അപ്പം എന്താണ് അടുത്ത നമ്മളെ ബജറ്റ് സമവാക്യം മാറി വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇതല്ല 6. നോക്കി വലത്തോട്ട് മാറിയത് കണ്ടോ ഇത് അല്ലേ. അപ്പം നമ്മൾ ഈ സമവാക്യം എന്താണ് 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30. ക്ലിയർ ആയോ അല്ലേ. 5x1 പ്ലസ് 5x2 ഈസ് ഈക്വൽ ടു 30 എന്ന ബജറ്റ് സമവാക്യമാണ് ഇത്. ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ ക്ലാസ് നിർത്താം.